ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ കണ്ടിട്ട് ആരും എന്നെ വഴക്ക് പറയുകയൊന്നും ചെയ്യരുത് കേട്ടോ. എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. സ്ത്രീകളെയാണ് ആദ്യം തല്ലേണ്ടത്. എന്തിന്, എന്തുകൊണ്ട്? പിന്നെ നല്ല മൊഞ്ചുള്ള ഒരു DP ഇട്ട് കഴിഞ്ഞാൽ ഏതൊരാണുങ്ങളായാലും വന്ന് മെസ്സേജ് അയക്കും, ഒരു ഹായ് കിട്ടും. നമ്മളത് മൈൻഡ് ചെയ്തിരുന്ന നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എവിടെയാ സ്ഥലം, എന്താ, ഏതാ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് മറുപടി കൊടുക്കുമ്പോഴാണ് അവർ ഇങ്ങോട്ട് നിൽക്കുന്നത്. നമ്മളത് കൊടുക്കാതിരുന്ന് നോ പ്രോബ്ലം. പിന്നെ നമ്മളെ വിളിക്കുക, നമ്മളോട് പിന്നീട് മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ അതിൽ ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ബ്ലോക്ക് ചെയ്തിടാലോ. പിന്നെ അതുപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കമൻറ്റ് ചെയ്യാറില്ലേ? കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡാക്കാതെ പോയാൽ അവിടെയും പ്രശ്നമില്ല. പക്ഷേ അവൻ കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടങ്ങണിട്ട് ഒരു നോട്ടം നോക്കാറുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, 100-99%. പിന്നെ ആ നോട്ടങ്ങൾ കൊണ്ട് അപ്പോൾ അവൻ വിചാരിക്കും, എന്നോട് സ്നേഹമാണ് എന്നവൻ വിചാരിക്കും. അവിടെയും പ്രോബ്ലം തുടങ്ങുകയാണ്. അവിടെയും ആരാ കുറ്റക്കാരി? നമ്മൾ കൊടുക്കേണ്ട മറുപടി അതാത് ടൈമിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആരും നമ്മളെ ഒന്നും ചെയ്യുകയില്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ ആണുങ്ങൾ ഞരമ്പന്മാരാണ്, ഞരമ്പ് രോഗികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഞരമ്പ് രോഗികളിലെ പെണ്ണുങ്ങളും ഇല്ലേ? അവരൊരു കമൻ്റ് അടിക്കുമ്പോഴും അവരൊരു മെസ്സേജ് വിടുമ്പോഴും നമ്മൾ എന്തിനാണ് രോമാഞ്ചം കൊള്ളുന്നേ? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ മാന്യമായ രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇനി മേലാൽ എനിക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുന്നത് നല്ലൊരു സഹോദരി ആയിട്ട് എന്നെ കാണാം, അല്ലൊരു അമ്മയായിട്ട് എന്നെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആ പ്രോബ്ലവും കഴിഞ്ഞു. നമ്മൾ സ്ത്രീകൾ തന്നെയാണ് എല്ലാത്തിനും പ്രോത്സാഹനം കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഇൻബോക്സിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറില്ലല്ലോ. ഞാൻ ചിലരൊക്കെ എന്നോട് മോശമായിട്ട് പറയുന്നവരോട് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അത് ചിലർ അംഗീകരിച്ചുകൊണ്ട് ഇന്നും എൻ്റെ കൂട്ടത്തിൽ എന്നെ ഒരു സഹോദരിയെ കണ്ടുകൊണ്ട് മുൻപോട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലേഡീസിനോട് പറയാനുള്ളത്, പുരുഷന്മാർ അഥവാ കമൻ്റ് ഇടുകയാണെങ്കിലും നമ്മളെ കമൻ്റ് ചെയ്യുകയാണെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോവുക, അല്ലെങ്കിൽ അതിനുള്ള മറുപടി, തക്ക മറുപടി അപ്പോൾ തന്നെ കൊടുക്കുക. അതേപോലെ നമ്മൾ ബസ്സിലൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളൊരാൾ തോണ്ടി നമ്മളൊന്നും പ്രതികരിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് ആവേശമായി, അവർ പിന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ട് അപ്പം തന്നെ അതിനുള്ള സ്പോട്ടിൽ മറുപടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അത് നിങ്ങൾ അവരെ അപമാനിച്ചുകൊണ്ട് മറുപടി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സേഫ്റ്റിക്ക് ഒരു പിന്നി, സൂചിപ്പിന്നില്ലേ നമ്മൾ സാരിക്കൊക്കെ കൂത്തുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ പിന്നെ ബ്ലൗസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഭാഗത്തോ എവിടെയെങ്കിലും നമ്മളൊന്ന് വയ്ക്കുക, ജസ്റ്റ് വയ്ക്കുക. അഥവാ അവർ നമ്മളെ തോണ്ടാന്നില്ല, നമ്മളൊന്നും അറിയാത്ത പോലെ ഒരൊറ്റ കുത്തം കൊടുത്തു അവർക്ക് വേദന തട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇയാളെ കിട്ടൂല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്.